മാനസ, എത്ര കിട്ടിയാലും പഠിക്കുന്നില്ല കേരള വി സി എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. ഹൈക്കോടതിയിൽ നിന്നടക്കം രൂക്ഷമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നു. തെറ്റുകൾ ഹൈക്കോടതി നിരനിരയായി ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ടും വീണ്ടും അടുത്ത നടപടികളിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കടക്കുകയാണ് കേരള വി സി. ഇന്ന് എന്താണ് ചെയ്തിരിക്കുന്നത്? അതുതന്നെയാണ് മനു. സർവകലാശാലയിൽ പ്രതിസന്ധി തുടരുന്നത് ഈ വി സിയുടെ നിലപാടുകൾ കാരണമാണ്. ഹൈക്കോടതിയുടെ ചോദ്യം ഉയർന്നിട്ടും കൂടിയും വി സി പഠിക്കുന്നില്ല എന്നുള്ളതാണ്. വി സിക്ക് എന്താണ് വി സിയുടെ അധികാരം എന്നത് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നതാണോ കോടതി വരെ ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. എങ്കിൽ കൂടിയും വി സി അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഭിഭാഷകയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ കേസ് ഹൈക്കോടതിയിൽ ഉയരുന്നതും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായതും. കഴിഞ്ഞ ദിവസം KS അനിൽകുമാർ നൽകിയ ഹർജിയിൽ അത് വി സിക്കെതിരെ ഹർജി സമർപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഹർജിയിൽ എതിർ സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകനോടാണ് ഇപ്പോൾ വി സി വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. അതായത് രജിസ്ട്രാർ ഇൻചാർജായ മിനി കാപ്പന്റെ ഈ സത്യവാങ്മൂലം അല്ലെങ്കിൽ വസ്തുത മറച്ചു വെച്ചുള്ള ഒരു സത്യവാങ്മൂലമാണ് എതിർ അഭിഭാഷകൻ നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വി സി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഇപ്പോൾ വി സി ചോദിച്ചിരിക്കുന്നത്. ഏതായാലും കോടതി പറഞ്ഞിട്ട് കൂടി വി സിക്ക് വ്യക്തത വന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു വിശദീകരണം തേടലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കോടതിയുടെ ചോദ്യം പോലും മുഖവിലേക്കെടുക്കാതെ തനിക്ക് ഇഷ്ടമുള്ളത് ഈ സർവകലാശാലയിൽ ചെയ്യും എന്ന ഒരു മനോഭാവം കൂടി വി സിയുടെ ഈ നടപടിയിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഹൈക്കോടതിയിൽ നിന്നുമുണ്ടായ ഈ ഒരു നീക്കത്തിന് പിന്നാലെയാണ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജീവനക്കാരുടെ ഒരു യോഗം വൈസ് ചാൻസലർ വിളിച്ചു ചേർത്തത്. ആ യോഗത്തിലും സിൻഡിക്കേറ്റിനെതിരെ രൂക്ഷ വിമർശനം, അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് പറയുന്നത് എന്തിനാണ് കേൾക്കുന്നത്, വിവരമില്ലാത്ത ആളുകളാണ്, വിവരമില്ലാത്ത അംഗങ്ങളാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ വി സിയുടെ ഭാഗത്ത് നിന്ന് ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള ഈ ഒരു നടപടി എന്ന് പറയുന്നത്. എന്തിനാണ് ഈ വി സി ഇത്തരത്തിലുള്ള ഒരു നിലപാട് തുടരുന്നത് എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നതും. കാരണം അത് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന വിഷയമാണ്. കാരണം സർവകലാശാലയിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് താളം തിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. ഈ ഒരു നിലപാടിൽ നിന്നും വി സി മാറണമെന്ന ആവശ്യം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളും ഉന്നയിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ അടുത്ത നീക്കവുമായി വി സി മുന്നോട്ട് പോകുന്നത്. എങ്കിൽ കൂടിയും ഹൈക്കോടതി വിധി തന്നെയാണ് ഈ കാര്യത്തിൽ നിർണായകമാവുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഹർജി കോടതി പരിഗണിച്ച ഒരു സ്ഥിതിയുണ്ട്. ആ ഹർജിയിന്മേലുണ്ടായ വാദത്തിന്മേലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയും തന്നെ ഉയർന്നത്. പരമോന്നതാധികാരം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റിന് തന്നെയാണ്. സിൻഡിക്കേറ്റ് ജൂൺ 6-ാം തീയതി ചേർന്ന യോഗത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു. അതിൽ നിന്നും വി സി ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ വി സി ആ ഒരു യോഗം ചേർന്നതായി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല സസ്പെൻഷൻ നടപടി അവിടെ റദ്ദാക്കിയിട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എങ്കിൽ കൂടിയും കോടതി ചോദിക്കുന്നത് അത് തന്നെയാണ്. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി. ഈ സാഹചര്യങ്ങളൊക്കെയും തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലത്തിൽ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. അത് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ വി സിയുടെ ഒരു വാദം എന്ന് പറയുന്നത്. ഈ ഒരു നടപടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി ആ അഭിഭാഷകനോട് തന്നെ വി സി വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. സംഭവങ്ങൾ വസ്തുതകൾ ഇതായിരിക്കെ അതല്ല വസ്തുത എന്ന് മനഃപൂർവ്വം വി സി വരുത്തി തീർക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ കാരണം ഹൈക്കോടതി ഉത്തരവുകളെ പോലും നിർദ്ദേശങ്ങളെ പോലും മറികടന്നുകൊണ്ടാണ് വി സി കാണിക്കുന്നതൊക്കെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവുകൾക്കൊക്കെ എന്ത് വിലയാണ് കേരള സർവകലാശാലയുടെ വി സി നൽകുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ അഭിഭാഷകനോട് വിശദീകരണം തേടിയിരിക്കുന്നു. ഇനി സിൻഡിക്കേറ്റ് അതിൽ എന്ത് മറുപടി പറയും എന്നുകൂടി നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. വരും സമയങ്ങളിൽ സിൻഡിക്കേറ്റിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.